ആ റഹ്മാനേ, എന്തൊരു ചൂടാണ് പടച്ചോനെ. ഏയ്, ഈ ചൂടത്ത് ഇനിയിപ്പൊ ഒന്ന് വെള്ളിയാഴ്ച ആയിട്ട് എങ്ങനെയാണ് ഒന്ന് പള്ളിയിൽ പോയി വരിക? പോവാണ്ടിരിക്കാനും പറ്റൂല. നാട്ടിലുള്ള സർവ്വ ഔചാലുകളും ഉണ്ടാവുമല്ലോ അവിടെ. ഏയ് ഏയ് ഏയ്, പള്ളിയിൽ പോവാണ്ട് കഴിച്ചിലായിരുന്നെങ്കിൽ ഒരു രക്ഷണ്ടായിരുന്നു. ഇതിപ്പോ എന്താ ഇപ്പൊ ചെയ്യാ? നമസ്കാരമുണ്ട്. ആ ആ ആ ആരാ എവിടുന്ന വരുന്നേ? ഞങ്ങൾ പാലക്കാട്. എന്നെ കാണാൻ വന്നാ? ആ ഉസ്താദിനെ കാണാൻ വന്നാ. രാവിലെ ഉറപ്പിട്ട് പോകും. ആ ശരി, കുത്തിരിക്കും. വീട് അന്വേഷിച്ചിട്ടേ ആ ഇവിടെ ഓട്ടർഷക്കാരൊന്ന് ചിറ്റി ആ 2 റൗണ്ട് അടിച്ചിട്ട് വഴിയൊക്കെ തെറ്റിച്ചിട്ട് ഇങ്ങണ്ടാ അത്യാവശ്യം അങ്ങനെ സംഭവിക്കുമല്ലോ. എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓട്ടർഷക്കാർ ഇവിടെ കൊണ്ടാക്കൂലേ? അവര് ഞങ്ങള് ഈ നാട്ടുകാരില്ലാത്ത സ്ഥിതിക്കേ ആ അവര് ഒരു 3-4 റൗണ്ടൊക്കെ അടിച്ചിട്ട് അത്യാവശ്യം പൈസ മേടിച്ചു. അങ്ങനെ ആരും ഇവിടെ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. അവിടുന്ന് നേരെ നടന്നാ മതി എന്നുള്ളത്. ആ ഇവിടെ ഭയങ്കര ചൂടാണേ, ഒന്നും പറയണ്ട. ഏയ് ശാഖ ഇങ്ങനെ ഞാനൊന്ന് പള്ളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നിങ്ങൾ എവിടുന്ന വരുന്നേ പറഞ്ഞേ? പാലക്കാട് പട്ടാമ്പി. പാലക്കാട് പട്ടാമ്പി. അത് നമ്മളുടെ അടുത്ത് തന്നെയാണല്ലോ. നല്ല ചൂടാണല്ലേ? അവിടെ നല്ല ചൂടാണ്. ആ എന്താ ഇപ്പൊ വിഷയം? എന്താ? മോൾക്ക് കല്യാണം ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ആര്? മോൾക്ക് കല്യാണേ ആ നോക്കൽ തന്നെ ബാക്കി. നിങ്ങൾ നോക്കുന്നുണ്ട്? അതുകൊണ്ട് ഒഴിവാകും. ജാതകം ആ ജാതകം ചേരുന്നില്ല. അങ്ങക്ക് പിന്നെ ജാതകം ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ? കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായിക്കണ്? 32 ആയി. 32? 32 തോന്നൂല, ഒരു 22, 21. പ്രായമൊന്നും തോന്നിക്കൂല. പ്രായം തോന്നിക്കണില്ല. അപ്പൊ എന്താ വേണ്ട? കല്യാണം ഉറക്കണം അല്ലേ? കാണാൻ വന്നത്. ആയിക്കോട്ടെ, നമുക്ക് ശരിയാക്കാം. ഇഷ്ടംപോലെ ആൾക്കാരോട് വരുന്നുണ്ട്. കണ്ടമാനം സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. കല്യാണക്കാര്യങ്ങള് നടത്തി കൊടുക്കുന്നുണ്ട്. കല്യാണം മാത്രല്ല, വിസ എല്ലാ പരിപാടി ഇവിടെ എന്ത് പ്രശ്നമായിട്ട് വന്നാലും സംഗതി നടത്താതെ ഇവിടുന്ന് വിടില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. മോളെ കല്യാണം ഈ വർഷം. അതിപ്പോ എന്തായാലും നമുക്ക് ചെയ്യാം. പഠിച്ചോണ്ടിരി വേർഡ് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇപ്പൊ വരാൻ തോന്നിയത്. അപ്പൊ തന്നെ വൈകി അല്ലേ? ബേജാറാണ്ടട്ടാ, എന്റെ കല്യാണമൊക്കെ നടത്തിയത്. അപ്പൊ വേറെ എന്തേലും തടസ്സങ്ങൾ, എന്തേലും പ്രശ്നങ്ങൾ? പിന്നെ അയൽവാസികളൊക്കെ ഈ അതിര് നിൽക്കുന്ന അയൽവാസികളും കുടുംബക്കാരൊക്കെ ഉണ്ടേ. അവരും അത്യാവശ്യം പാരൊക്കെ ഉണ്ട്. നിങ്ങളെ കുടുംബക്കാരാ? നമ്മളെ കുടുംബക്കാരെ അടുത്തടുത്തുണ്ട്. അച്ഛൻ്റെ ഏട്ടന്റെ മക്കളും അഞ്ചന്റെ മക്കളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ അച്ഛന്റെ ഏട്ടന്റെ മക്കളും അഞ്ചന്റെ മക്കളും ഒക്കെ നിങ്ങൾക്ക് പാര വെച്ചിട്ട് പൗണ്ട് അവർക്ക് എന്താ? ഒരു വളപ്പിലാണേ. അപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ പൗണ്ട് ഇപ്പൊ അവർക്ക് എന്താ ഗുണം? ഈ അതിരേ. ശരി. അത് വീട്ടിലൊരു മടക്കാച്ചരക്കായിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ സ്വത്തും കൂടി അവർക്ക് കിട്ടുമല്ലോ പിന്നെ അല്ലേ? അതിനൊരു പണി 1 അല്ല 9 പണി വരും. അത് ശരി. അതൊക്കെ നമുക്കേ ഞാന് ഒരു മുട്ടപ്പണി ഉണ്ട്. മുട്ടപ്പണി പറഞ്ഞാൽ അറിയില്ലേ? കോഴിമുട്ടയിലൊരു പണി ഉണ്ട്. അതിന് ഞാൻ 1-2 കാര്യങ്ങൾ എഴുതി മന്ത്രിച്ചിട്ടേ അത് തരാം. അപ്പോ അത് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒക്കെ ചെയ്താൽ മതി. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ്ട് വെടിപ്പായിക്കോളും. അപ്പൊ അതിപ്പോ വേണ്ട പോലെ എല്ലാം ചെയ്തു തരാം. അപ്പൊ നിങ്ങളിപ്പോ ഈ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ കുട്ടിക്ക് കല്യാണം ശരിയാവണത് ചെക്കൻ ഡോക്ടർ വേണം, എഞ്ചിനീയർ വേണം, അല്ലെങ്കിൽ അങ്ങനെ വേണം, അങ്ങനെ ജാതി മതം അങ്ങനെ വല്ലതും ഒന്നുമില്ല. നല്ല ചെക്കനായ മതി. കള്ളും കഞ്ചാവൊന്നും ഇല്ലാതെ നല്ല പഠിക്കണം. കള്ളും കഞ്ചാവും ഇല്ലാത്തതൊന്നും ഇപ്പൊ കിട്ടാൻ വലിയ പാടാണ്. എന്നാലും ഒന്ന് നോക്കാം. ഞാന് ശ്രമിച്ചോക്കെ. കിട്ടും, കിട്ടാതിരിക്കല്ല. നമ്മൾ ചെയ്താൽ എന്തായാലും നടക്കേണ്ടതാണ്. ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ അങ്ങോട്ട് ആ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നിട്ടേ നിങ്ങളുടെ ദൈവത്തിനെ വിളിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചാൽ. അത് പടിഞ്ഞാറ്, അതാണ്. അങ്ങോട്ട് നോക്കിയിട്ട് ഇവിടുന്ന് ശബ്ദം എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് ഒരു പൊടിയും കൂടി അങ്ങോട്ട് നിന്നിട്ടേ അങ്ങോട്ട് ആ കോർണറിലേക്ക് അവിടെ തന്നെ. അത്രാണ്ട് പോണ്ട. അവിടെ നിന്നാ മതി. അവിടെ നിന്നിട്ടാണ്ട് പ്രാർത്ഥിച്ചാളിട്ട്. അപ്പൊ ഞാന് ഈ കോഴിമുട്ട മന്ത്രിച്ച് വെച്ചുണ്ടാവും, ഞാൻ തരാം. അതിന്റെ മുമ്പേ എനിക്ക് വാട്സപ്പ് ഉണ്ടോ നാളെ? ഉണ്ടല്ലേ? ഒരു കാര്യം ചെയ്യ്, എൻ്റെ നമ്പർ ഇതിൽ എഴുതിക്കൂട്. പറഞ്ഞോ, ഞാൻ എഴുതിക്കോളാം. ഉറക്കെ പറയും. 99 മാസം. അല്ലാ 72. അൽഹംദുലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. 38. 24/10. യാ അല്ലാ, ഈ കുട്ടിക്ക് തൗഫീഖിനെ കൊടുക്കണേ അല്ലാ. അങ്ങോട്ട് പോരി.
ഇത് ഞാനേ നേരത്തെ മന്ത്രിച്ച് വെച്ച ഒരു മുട്ടയാണ്. അതിൽ ഒരു ലേനും കൂടി എഴുതാണ്ട്. ഇതൊക്കെ വിളിച്ചോളുണ്ട് കേട്ടാ. അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് നോക്കി ഇത് കയ്യിലവിടെ വെച്ചോളെ. പിന്നെ അല്ല ഇതും കൂടി ഉണ്ട് ഇതും കൂടി ഉണ്ട്. ഇതും കൂടി വെച്ചിട്ട് അതിൽ വെച്ചിട്ടേ പിന്നെ അത് പിന്നെ വീട്ടിലേക്കാണ്ട് കേറിനോടത്തേ പിന്നെ ഉമ്മർപ്പടി ഉണ്ടല്ലോ മുറ്റത്ത്, അത് കേറിനോടത്ത് ഒരു കുഴിത്തിയിട്ട് രണ്ടും കൂടിയിട്ട് ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് അത് കുഴിച്ചില്ല. അത് നിക്കും അത് വിരിയാതെ നോക്കണം കേട്ടോ. ഇവിടെ ചൂട് കാരണം മുട്ട വിരിയാൻ ചിലപ്പോ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അത് നോക്കിക്കാളെ. ഇത് മൊത്തം ഇടണോ? ഓംലെറ്റ് അടിക്കാനല്ല, പുഴുങ്ങരുത്. പുഴുങ്ങരുതല്ലോ. എന്താ ഈ പറഞ്ഞത്? പുഴുങ്ങാനപ്പ തന്നത് ചവിട്ടൽപ്പടിന്റെ ചവിട്ടൽപ്പടിയിലേക്കാണ്ട് കേറിനോടത്തിട്ടാ. അതെ കുഴിച്ചിട. അപ്പോഴേ പിന്നെ ഒരു കാര്യം ബാഗിലിട്ടാളെ. പിന്നെ ഞാൻ ഇശാ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടക്ക് മോളേനെ ഒന്ന് വിളിക്കും. നമ്പർ വാങ്ങിയിട്ടുണ്ട് കുട്ടിയുടെ. അതൊന്ന് രാത്രിയാകുമ്പോ ഞാൻ വിളിക്കും. കാരണം കുറച്ച് പ്രാർത്ഥനകളും ചെയ്യേണ്ട കുറച്ച് പരിപാടികളും ഉണ്ട്, അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ എടുത്തോളിട്ടാ. പിന്നെ നിങ്ങക്ക് ഈ മതമൈത്രിയിലൊക്കെ വിശ്വാസമുള്ള ആളല്ലേ നിങ്ങള്? മതമൈത്രിയിൽ വിശ്വാസമുള്ള ആളല്ലേന്ന്? അതെ. അപ്പൊ നിങ്ങക്ക് ജാതി മത ഒരു ആൺകുട്ടിയായ പോരെ, നല്ലൊരു എണ്ണം പറഞ്ഞ ആണൊരുത്തനായ പേർക്കുറന്റെ പോലത്തെ ഒരാളായ പോരെ. നിങ്ങളൊന്നും ചിന്തിക്കേണ്ടത് എപ്പ നടന്നു ചോദിച്ചാൽ മതി. ഇത് ഞാനാ പറഞ്ഞത്. അത് ശരി, ഞാൻ നടത്തിയ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയാനിട്ടാ. വിട്ടാളി നിങ്ങളെ പോലത്തെ ആളായി നമുക്ക് സന്തോഷാണ്. അത് നടക്കുന്നല്ലെങ്കിൽ ഞാൻ നടത്തിക്കും. വിട്ടോളി വിളിച്ചോളി, നിങ്ങൾ വിട്ടോളി. അതൊന്നും വേണ്ടി വരുന്നില്ല. എടുത്തിട്ടുള്ള സ്ഥിതിക്കുണ്ട് വന്നാളെ. ഇപ്പൊ ആ പോക്കറ്റിൽ കിടണ്ട അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് പിന്നെ അങ്ങോട്ട് ഇടരുതേ. അതൊക്കെ നമ്മൾക്ക് എന്താ വെച്ചാ റെഡിയാക്കാം. എന്നാ നിങ്ങള് പൊക്കോളി, ഇജി രാത്രി വിളിച്ചോളി. പൊക്കോളി, വിളിക്കണട്ടാ. ഞാൻ വാട്സപ്പിൽ അയക്കണ്ട ഇടക്ക് ട്ടാ. പൊക്കോളി ഇക്കൊന്ന് കുളിക്കണം. വിളിച്ചന്നെ ആൾക്കാരുടെയൊക്കെ പോയത്തര ആലോചിച്ച് നോക്ക. ഞാന് ഈ ചൂടത്ത് പാലക്കാട് നിന്നൊക്കെ ഇങ്ങോട്ട് വരിക. എന്താ അല്ല, ഇങ്ങനെ കുറെ പൊട്ടന്മാരുള്ളോണ്ടാണല്ലേ നമ്മളെ കാര്യങ്ങൾ ഇവിടെ നടന്നു പോണതും. മുള്ള പറയാ പഠിച്ചവനെ എന്നും ഇങ്ങനെ കൊണ്ടുതരണേ.